ഹായ് എവ്രി വൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മൾ ഇന്ന് സെറ്റ് ഫിസിക്സ് PYQസിൻ്റെ പാർട്ട് 2 ആണ് നോക്കുന്നത്. ഈ ഒരു സെഷനിൽ കഴിഞ്ഞ സെറ്റ് ഫിസിക്സ് എക്സാമിൽ ചോദിച്ച PYQs ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The Fourier series for f of x is equal to sin square x defined over the range minus pi less than or equal to x less than or equal to pi is. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് -pi to pi ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫറിയർ സീരീസ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഫംഗ്ഷൻ തരുമ്പോൾ അത് ഓഡ് ഫംഗ്ഷൻ ആണോ ഈവൻ ഫംഗ്ഷൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? ഈവൻ ഫംഗ്ഷൻ for an even function f of x is equal to f of minus x. അതായത് എക്സിനെ റീപ്ലേസ് ചെയ്ത് -x ചേർത്താലും നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ f of x തന്നെയാണെങ്കിൽ നമുക്ക് പറയാം ആ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആണെന്ന്. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ for an odd function f of x is equal to minus of f of x ആയിരിക്കും. അതായത് എക്സിനെ റീപ്ലേസ് ചെയ്ത് -x ചേർത്താൽ നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് തന്നെ ചെയ്ത് നോക്കാം. അതായത് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആണോ ഓഡ് ഫംഗ്ഷൻ ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഫറിയർ സീരീസിലേക്ക് അതിൻ്റെ എക്സ്പാൻഷനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ എക്സ് ആണ്. സൈൻ എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണെന്ന് നമുക്കറിയാം. ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ്. അതായത് സൈൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. ഇത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സൈൻ എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. പക്ഷെ സൈൻ സ്ക്വയർ എക്സ് ഓഡ് ഫംഗ്ഷൻ ആവാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്ത് നോക്കാം. സൈൻ സ്ക്വയർ എക്സിനെ നമുക്ക് സൈൻ എക്സ് ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. സൈൻ എക്സ് ദി ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി എന്താ ചെയ്യേണ്ടത്? എഫ് ഓഫ് മൈനസ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് -x ആക്കുക. ഇതാണ് നമ്മളുടെ ഫംഗ്ഷൻ. എക്സിന് പകരം മൈനസ് ചേർത്ത് കൊടുക്കുക. സൈൻ ഓഫ് -x ദി ഹോൾ സ്ക്വയർ. സൈൻ ഓഫ് -x എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് കേട്ടോ. സൈൻ ഓഫ് -x എന്ന് പറയുന്നത് മൈനസ് ഓഫ് സൈൻ എക്സ് ആണ്. ഓക്കെ, വിച്ച് ഈസ് ഹോൾ സ്ക്വയർ. മൈനസ് സൈൻ എക്സ് ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സൈൻ സ്ക്വയർ ചെയ്യുമ്പോൾ എലിമിനേറ്റ് ആയി പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? സൈൻ സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ കിട്ടിയിരിക്കുന്ന സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് നമ്മളുടെ എഫ് ഓഫ് എക്സ് തന്നെയാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതാമല്ലോ. അപ്പോൾ എഫ് ഓഫ് -x നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയത് എഫ് ഓഫ് എക്സ് തന്നെയാണ്. അതിനർത്ഥം എഫ് ഓഫ് -x ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണ് എന്നാണ്. അതാണ് ഈ ഫസ്റ്റ് ഒരു കണ്ടീഷൻ എഴുതിയിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് -x ആണ്. അപ്പോൾ നമുക്ക് പറയാം സൈൻ സ്ക്വയർ എക്സ് ഈസ് എ ഈവൻ ഫംഗ്ഷൻ. സൈൻ സ്ക്വയർ എക്സ് ഈവൻ ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഫറിയർ സീരീസ് എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് ഫംഗ്ഷനെ സൈനിൻ്റെയും കൊസൈൻസിൻ്റെയും ടേംസിൻ്റെ സം ആയിട്ട് എഴുതുന്നതാണ് ഫറിയർ സീരീസ്. അതിൻ്റെ ജനറൽ എക്സ്പ്രഷൻ നമുക്കറിയാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ സൈനിൻ്റെയും കൊസൈൻസിൻ്റെയും സം ആയിട്ട് എഴുതുന്നത്? ഒരു കോൺസ്റ്റൻറ്റ് ടേം ഉണ്ടാവും a0/2 പ്ലസ് സിഗ്മ n is equal to 1 to infinity an cos nx പ്ലസ് bn sin nx. ഇനിയാണ് ഫറിയർ സീരീസിൻ്റെ ജനറൽ ഒരു എക്സ്പാൻഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോമിലാണ് നമ്മൾ സൈൻ സ്ക്വയർ എക്സിനെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും bn എന്ന് പറയുന്നതെല്ലാം എന്തായിരിക്കും? സീറോസ് ആയിരിക്കും. അതായത് ഫോർ ആൻ ഈവൻ ഫംഗ്ഷൻ bn ഈക്വൽ ടു 0 ആണ്. a0 an നോട്ട് ഈക്വൽ ടു 0 ആണ്. bn എല്ലാ bnഉം ഇതിൽ വരുന്ന n-ന്റെ എല്ലാ വാല്യൂസിലുള്ള എല്ലാ കോഎഫിഷ്യൻസും bn എന്ന് പറയുന്നത് സീറോസ് ആയിരിക്കും. അതിനർത്ഥം അത് ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമാണ്
ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നേരെ തിരിച്ച് bn മാത്രമേ അവിടെ നോട്ട് ഈക്വൽ ടു 0, a0യും an-ഉം ഈക്വൽ ടു 0s ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് bn ഇവിടെ 0 ആണ്. നമുക്കിവിടെ a0/2 ഇതിനൊന്നും കൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ സിഗ്മ n ഈസ് ഈക്വൽ ടു 1 to infinity an cos nx എന്ന് വരും. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് n-ന് 1, 2, 3 അങ്ങനെ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് സൈൻ സ്ക്വയർ എക്സിനെ ഈ ഒരു ടേമിൽ എഴുതണം. അതിനായിട്ട് ഫസ്റ്റ് സൈൻ സ്ക്വയർ എക്സിനെ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കോസിന്റെ ടേംസിൽ എഴുതാം? 1 - cos 2x/2 ആണ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഹാഫ് മൈനസ് കോസ് 2x/2 എന്നും എഴുതാനായിട്ട് സാധിക്കും. ഈ ഒരു ഫോമും നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ഫോമും തമ്മിൽ ഒന്ന് ഇക്വേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളൊന്ന് താരതമ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ട്, അതുപോലെ തന്നെ ഇതിലും ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ട്. ഇനി an cos nx ആണ്, കോസിന്റെ ടേം ആണ്. ഇവിടെയും ഒരു കോസിന്റെ ടേം വന്നിട്ടുണ്ട്. കോസ് nx-ന് പകരം ഇവിടെ ഉള്ളത് കോസ് 2x ആണ്. അതിനർത്ഥം n ഈക്വൽ ടു 2 എന്നുള്ള വാല്യൂ ആണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. വേറെ വാല്യൂസ് ഒന്നും നമുക്ക് ഈ സൈൻ സ്ക്വയർ എക്സിന്റെ ആ ഒരു ഫറിയർ സീരീസിൽ പ്രസന്റ് അല്ല. അപ്പോൾ ഫറിയർ സീരീസ് ഓഫ് സൈൻ സ്ക്വയർ എക്സിൽ ഹാഫ് മൈനസ് കോസ് 2x/2 മാത്രമേ പ്രസന്റ് ആയിട്ടുള്ളൂ. അതും ഈ എഫ് ഓഫ് എക്സിന്റെ ഫറിയർ സീരീസിന് ജനറൽ എക്സ്പ്രഷൻ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതും എന്ത് തന്നെയാണ്? n ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അതിനർത്ഥം ഈ കോസ് nx-ന്റെ കൂടെ കോസ് 2x-ന്റെ കൂടെ വരുന്നത് a2 ആണ്. അപ്പം നമുക്ക് ഈ രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ a0 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഹാഫ് ആണ് ഇവിടെ ഉള്ളത് a0/2. അപ്പോൾ അതിനർത്ഥം a0 ഈസ് ഈക്വൽ ടു 1 എന്നാണ്. അതുപോലെ തന്നെ a2 ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. a1 അവിടെ ആബ്സെന്റ് ആണ്, കാരണം കോസ് എക്സ് എന്ന് പറയുന്ന ഒരു ടേം ഇതിൽ വരുന്നില്ല. ഓൾറെഡി കോസ് 2x മാത്രമേ പ്രസന്റ് ആയിട്ടുള്ളൂ. അപ്പോൾ കോസ് 2x വരുമ്പോൾ n-ന്റെ വാല്യൂ 2 ആണ്. സോ a2 ഈസ് ഈക്വൽ ടു എന്ത് വരും? ഹാഫ് കോസ് 2x ആണ്, ഹാഫ് ഇൻറ്റു കോസ് 2x ആണ്. അതർത്ഥം a2 ഈസ് ഈക്വൽ ടു ഹാഫ് എന്ന് കിട്ടി. അപ്പോൾ സൈൻ സ്ക്വയർ എക്സിന്റെ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി ഉപയോഗിച്ച് നമ്മൾ അതിനെ എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ അത് കിട്ടുന്നത് ഓൾറെഡി ഇൻ ദ ടേംസ് ഓഫ് ഫറിയർ സീരീസ് എക്സ്പാൻഷനിൽ തന്നെയാണ് സൈൻ സ്ക്വയർ എക്സിന്റെ ഈ ഒരു ടേംസ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം 1 - ഹാഫ് മൈനസ് കോസ് 2x/2 എന്നാണ്. അതായത് ഹാഫ് മൈനസ് കോസ് 2x/2 ഇതാണ് സൈൻ സ്ക്വയർ എക്സിന്റെ ഫറിയർ സീരീസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ജനറൽ ഫോമുല നമുക്ക് അറിയണം. അതോടൊപ്പം തന്നെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആണോ ഓഡ് ഫംഗ്ഷൻ ആണോ എന്നുള്ളത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച്, അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സിന് -x നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എഫ് ഓഫ് എക്സിന് ചേഞ്ച് വരുന്നുണ്ടോ എന്ന് നോക്കുക. ചേഞ്ച് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഈവൻ ഫംഗ്ഷൻ ആണ്. ഒരു നെഗറ്റീവ് സൈൻ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഓഡ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഇനി ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ bn എല്ലാ കോഎഫിഷ്യൻറ്റും bn എന്ന് പറയുന്ന എല്ലാ കോഎഫിഷ്യൻസും 0 ആയിരിക്കും. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ a0യും an-ഉം ഈക്വൽ ടു 0 ആയിരിക്കും, bn നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. എന്നിട്ട് ഇത് കമ്പയർ ചെയ്യുക തമ്മിൽ. അപ്പോൾ നമുക്ക് ഫറിയർ സീരീസ് എളുപ്പത്തിൽ കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. An astronaut at rest has a heart rate of 65 beats per minute. When the astronaut's spaceship moves at a speed of 0.6 c, her heart rate as measured by an Earth observer will be beats per minute. അതായത് ഒരു ആസ്ട്രോനോട്ട് ഉണ്ട്, അദ്ദേഹം ആദ്യം റെസ്റ്റിലായിരുന്നു. അദ്ദേഹത്തിന്റെ ആ റെസ്റ്റിൽ ഇരിക്കുമ്പോഴുള്ള ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 65 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. ഒരു മിനിറ്റിൽ 65 തവണയാണ് ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. ഇനി വെൻ ദി ആസ്ട്രോനോട്ട്സ് സ്പേസ് ഷിപ്പ്, അദ്ദേഹം ഒരു സ്പേസ് ഷിപ്പിലാണ്. ആ സ്പേസ് ഷിപ്പ് 0.6 c സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ തുടങ്ങി, മൂവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആകുമ്പോൾ അദ്ദേഹത്തിന്റെ ഹാർട്ട് റേറ്റ് എത്രയായിട്ട് മാറുന്നുള്ളത് പുറത്തു നിന്ന്, അതായത് സ്പേസ് ഷിപ്പിന് പുറത്തു നിന്ന് നോക്കുന്ന ഒബ്സർവർ, ഇപ്പോൾ എർത്തിലിരിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് അനുഭവപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഹാർട്ട് റേറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ലൈറ്റിന്റെ സ്പീഡിനോട് അടുത്ത് കമ്പയറബിൾ ആയിട്ടുള്ള സ്പീഡിൽ ഏതെങ്കിലും ഒബ്ജക്ട്സ് മൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ റിലേറ്റിവിറ്റി അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ 0.6 c എന്ന് പറയുന്നത് ലൈറ്റിന്റെ സ്പീഡുമായിട്ട് കമ്പയറബിൾ ആയിട്ടുള്ള ഒരു സ്പീഡാണ്. അങ്ങനെ ഒരു സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ഒബ്ജക്ട്സിന് മാസിന്റെ വ്യത്യാസം കാണും. ടൈം ഡൈലേറ്റ് ചെയ്യും. കാരണം ഒരു മിനിറ്റ് എന്നുള്ളത് നമുക്ക് കൂടുതൽ സമയമായിട്ട് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക്, അതായത് എർത്തിലിരിക്കുന്ന ഒരു ഒബ്സർവറിന്
ആ ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ സ്പേസ് ഷിപ്പിനകത്തിരിക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ഫ്രെയിം ഓഫ് റെഫറൻസിൽ ആ നടക്കുന്ന ഇവന്റ് അല്ലെങ്കിൽ ആ നടക്കുന്ന ഒരു ക്ലോക്കിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ നോർമൽ ആയിരിക്കും. പക്ഷെ പുറത്ത് നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഈ ക്ലോക്കിന്റെ മൂവ്മെന്റ്, അതായത് ക്ലോക്ക് പയ്യെ റൺ ചെയ്യുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ ടൈമിൽ വരുന്ന ആ ഒരു വ്യത്യാസം, അതാണ് ടൈം ഡൈലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലെങ്ത് കൺട്രാക്ഷനും റിലേറ്റിവിറ്റി ആയിട്ട് വരുന്ന ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ലെങ്ത് കൺട്രാക്ഷൻ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലാണോ ഒരു വസ്തു നീങ്ങുന്നത്, അല്ലെങ്കിൽ സ്പേസ് ഷിപ്പ് ആവട്ടെ എന്തോ ആവട്ടെ, ലൈറ്റിന്റെ സ്പീഡിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ ലെങ്ത് കുറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതും എർത്തിലിരിക്കുന്ന ഒരു ഒബ്സർവറിനെ അപേക്ഷിച്ചാണ് ഈ ലെങ്ത് കൺട്രാക്ഷൻ ഫീൽ ചെയ്യുന്നത്. ആക്ച്വൽ അവിടെ ലെങ്ത് കൺട്രാക്ഷൻ അവിടെ നടക്കുന്നില്ല. ഓക്കെ, ഇവിടെ ടൈം ഡൈലേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടൈം ഡൈലേഷന്റെ ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഡൈലേറ്റഡ് ടൈം എന്ന് പറയുന്നത്? ടി ഈസ് ഈക്വൽ ടു T0 ബൈ ഗാമയാണ്. I0 ബൈ ഗാമയല്ല, T0 ഇൻറ്റു ഗാമയാണ്. ടി ഈസ് ഈക്വൽ ടു T0 ഗാമ എന്ന് നമുക്ക് സിംപ്ലി പറയാം. ഗാമ എന്ന് പറയുന്നത് ലോറൻസ് ഫാക്ടർ ആണ്. ലോറൻസ് ഫാക്ടർ എത്രയാണ്? ഗാമ എന്ന് പറയുന്നത് T0 ബൈ 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. അതായത് ഗാമ ഇസ് ഈക്വൽ ടു 1 ബൈ 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ്. ഗാമ എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ബൈ വി സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ്. അപ്പോൾ അത് ഇതിൽ അപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് ടി ഈസ് ഈക്വൽ ടു ഡൈലേറ്റഡ് ടൈം എത്രയാണ്, അതായത് ടൈം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഒരു ആക്ച്വൽ ടൈം നമ്മുടെ കയ്യിലുണ്ട്, അങ്ങനെയാണെങ്കിൽ ടൈമിലുണ്ടായ വ്യത്യാസം അറിയാനായിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ വി എന്ന് പറയുന്നത് ആ വസ്തു സഞ്ചരിക്കുന്ന സ്പീഡ്, അതാണ് വി എന്ന് പറയുന്നത്. സി എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ സ്പീഡാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ, ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് 65 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. അതായത് ഫ്രീക്വൻസി ആണ് ഇവിടെ തന്നിട്ടുള്ളത്, നേരെ ടൈം അല്ല. ഇത്ര മിനിറ്റിൽ ഒരു സംഭവം ഇവന്റ് നടന്നു എന്നല്ല ഇവിടെ ക്വസ്റ്റ്യനിലുള്ളത്. 1 മിനിറ്റിൽ ഇത്ര തവണ, അതായത് ഫ്രീക്വൻസി അല്ലേ? ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ഓഫ് ടൈമിൽ എത്ര തവണ ഒരു ഇവന്റോ എന്തെങ്കിലും ഒരു കാര്യം നടന്നു എന്നുള്ളതാണ്, എത്ര തവണ എന്നുള്ളത് കാണിക്കാനാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 65 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. നമുക്ക് വേണ്ടത് ടൈമിന്റെ ടേംസിലാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ ടൈമും ഫ്രീക്വൻസിയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? നമുക്കറിയാം ടി ഈസ് ഈക്വൽ ടു 1/f ആണെന്നറിയാം ഇല്ലേ? ഫ്രീക്വൻസിയുടെ റെസിപ്രോക്കൽ ആണ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമുക്ക് ടൈം വേണമെങ്കിൽ 1/f ചെയ്താൽ മതി. അപ്പോൾ ഈ 1/fന്റെ ടേംസിൽ നമുക്ക് ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യണം. അതിനായിട്ട് ടി ഈസ് ഈക്വൽ ടു, ഞാൻ ഇതാണ് ചെയ്യുന്നത്, T0 ഗാമ എന്ന് നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു ഡൈലേറ്റഡ് ടൈം ആണ്. അപ്പോൾ നമുക്കിവിടെ എത്ര ഫ്രീക്വൻസി ആയിട്ട് തോന്നുന്നു ആ ഒരു കാര്യമാണ് LHS വരുന്നത്. അപ്പോൾ 1/f, ടിക്ക് പകരം 1/f എഴുതാം. T0 എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? T0 ഈസ് ഈക്വൽ ടു 1/f0 എന്ന് എഴുതാം. ഓക്കെ, F0 എന്ന് പറയുന്നത് ആക്ച്വൽ ബീറ്റ്സ് ആണ്, ആക്ച്വൽ ഫ്രീക്വൻസി ആണ്, അതാണ് 65 എന്ന് പറയുന്നത്. 1/f ഈസ് ഈക്വൽ ടു 1/f0 ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ്. റൂട്ട് ഉണ്ട്. ഇനി എഫ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഒന്നും കൂടെ അറേഞ്ച് ചെയ്യുമ്പോൾ 1/f ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? 1/f0 റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഇങ്ങനെ എഴുതാം. ഇനി ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എഫ് ഇസ് ഈക്വൽ ടു F0 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഇങ്ങനെ എഴുതാമല്ലോ. ഇതിൽ ഇനി നേരെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. F0 എത്രയെന്ന് തന്നിട്ടുണ്ട്? 65 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. അപ്പോൾ 65 റൂട്ട് ഓഫ് 1 മൈനസ് 0.6z ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. ഈ സിയും സിയും ഇവിടെ ക്യാൻസലായി. 0.6ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 0.36 ആണ്. 1 മൈനസ് 0.36 എന്ന് പറയുന്നത് 0.64 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 65 റൂട്ട് ഓഫ് 0.64 എന്ന് കിട്ടി. വിച്ച് ഈസ് ഈക്വൽ ടു 65 ഇൻറ്റു 0.8
ഇസ് ഈക്വൽ ടു അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 52 ആണ്. 52 എന്ന് പറയുന്ന ആൻസറാണ് നമുക്ക് കിട്ടുന്നത്. അതായത് എർത്തിലിരിക്കുന്ന ഒരു ഒബ്സർവറിനെ സംബന്ധിച്ച് ഈ ബീറ്റ്സ് എന്ന് പറയുന്ന 65 ബീറ്റ്സ് ഉണ്ടായിരുന്ന ആ ആസ്ട്രോനോട്ടിന്റെ ബീറ്റ്സ് ഹാർട്ട് ബീറ്റ് എർത്തിലിരിക്കുന്ന ഒരാൾക്ക് ഫീൽ ചെയ്യുന്നത് 52 ബീറ്റ്സ് ആയിട്ടായിരിക്കും. 52 ബീറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഫ്രീക്വൻസി കുറഞ്ഞു. ഫ്രീക്വൻസി കുറയാന്ന് പറയുമ്പോൾ അവിടെ ടൈം കൂടുതലെടുത്തു. അതായത് 1 മിനിറ്റിൽ 65 ബീറ്റ്സ് ആയിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അത് 52 ബീറ്റ്സ് ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഇവിടെ ടൈം ഡൈലേഷൻ ആണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ടൈം ആയിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ടിക്ക് നേരെ 65 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ടൈമിൻ്റെ ടേംസിലാണോ ഫ്രീക്വൻസി ആയിട്ടാണോ തന്നിട്ടുള്ളതെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് വേണം ക്വസ്റ്റ്യൻ ഇക്വേഷനിൽ ആ ചേഞ്ചസ് വരുത്താനായിട്ട്. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയിരുന്നു കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റോമിക് റേഡിയസ് ഓഫ് BCC സ്ട്രക്ചർ. ഒരു BCC സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ ആണ് അല്ലേ? ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആറ്റംസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ഒരു ക്യൂബ് ഉണ്ട്. ആ ക്യൂബിൻ്റെ 8 കോർണേഴ്സിലും ആറ്റംസ് ഉണ്ട്. ബോഡി സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ആ ക്യൂബിൻ്റെ സെൻറ്ററിലായിട്ട് ക്യൂബിൻ്റെ സെൻറ്ററിലായിട്ട് ഇൻസൈഡ് ഒരു ആറ്റം കൂടി ഉണ്ട്. നമ്മളിതൊന്ന് ഡ്രോ ചെയ്താൽ ഒരു ക്യൂബ് വരയ്ക്കുന്നു. ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഈ ബോഡിയുടെ സെൻറ്ററിലായിട്ടൊരു ക്യൂബ് ഉണ്ടാവും, ഒരു ആറ്റം ഉണ്ടാവും. ഓക്കെ, ദെൻ കോർണറിൽ ഓരോ ആറ്റംസ് ഉണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 കോർണേഴ്സിൽ ഇരിക്കുന്ന, അതായത് ഈ 2 കോർണർ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ രണ്ടിലും പ്രസന്റ് ആയിട്ടുള്ള ആറ്റംസ് തമ്മിൽ കോണ്ടാക്ട് ഇല്ല. ഓക്കെ, കോണ്ടാക്ട് വരുന്നത് ബോഡി സെൻറ്റേർഡ്, അതായത് ബോഡിയുടെ സെൻറ്ററിലുള്ള ആറ്റമും ഈ കോർണേഴ്സിലുള്ള ആറ്റംസും തമ്മിൽ ഒരു കോണ്ടാക്ട് വരുന്നുണ്ട്. അതായത് ബോഡി ഡയഗണൽ വെച്ചിട്ട് കോണ്ടാക്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ വരയ്ക്കാൻ പറ്റും ഈ കോർണറിലുള്ള ഈ ആറ്റവും ബോഡിയുടെ സെൻറ്ററിലുള്ള ആറ്റവും നെക്സ്റ്റ് കോർണറിലുള്ള ആറ്റവും തമ്മിൽ എന്തുണ്ട്? കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് അറ്റോമിക് റേഡിയസ് ഓഫ് ദ BCC സ്ട്രക്ചർ ആണ്. റേഡിയസ് ആണ് വേണ്ടത്. അതായത് ഒരു ആറ്റത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സെൻറ്ററിൽ ഒരു വര വരച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും റേഡിയസ് R എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് നോക്കുമ്പോൾ നമുക്ക് ഒരു ഫേസിൽ ഇത് ജോയിൻ്റ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് തോന്നും. പക്ഷേ എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്യൂബ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോർണർ, അതിൻ്റെ ആ കോർണറിൽ നിന്ന് ഓപ്പോസിറ്റ് കോർണറിലേക്ക് ഒരു ബോഡി ഡയഗണൽ നമ്മൾ വരയ്ക്കുകയാണ്. ഓക്കെ, ഫേസ് ഡയഗണൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സ്ക്വയറിൻ്റെ ഫേസ് ഡയഗണൽ ഇതാണ്. ബോഡി ഡയഗണൽ എന്ന് പറയുമ്പോൾ ആ ക്യൂബിൻ്റെ 1 കോർണറിൽ നിന്ന് ഓപ്പോസിറ്റ് കോർണറിലേക്ക് ഒരു ഡയഗണൽ നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 കോർണറിലിരിക്കുന്ന ആറ്റവും ഈ ബോഡി സെൻറ്റേർഡ് ആയിട്ടുള്ള ആറ്റത്തിൻ്റെയും സെൻറ്ററിലൂടെ ആയിരിക്കും ഈ ബോഡി ഡയഗണൽ വരയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു ഡയറക്ഷനിലാണ് ഈ 3 ആറ്റംസും നിരന്ന് കോണ്ടാക്റ്റിലിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അറ്റോമിക് റേഡിയസ് കാണണമെങ്കിൽ ഈ ഒരു ക്യൂബിൻ്റെ ലെങ്ത് എ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഒരു ക്യൂബിൻ്റെ ഫേസ് ഡയഗണൽ എന്ന് പറയുന്നത്, ഫേസ് ഡയഗണലിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. പൈത്തഗോറസ് തിയറി ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത് √2 × a എന്നാണ്. അതായത് A എഡ്ജുള്ള ഒരു സ്ക്വയർ അല്ലെങ്കിൽ A സൈഡുള്ള ഒരു സ്ക്വയറിൻ്റെ ഫേസ് ഡയഗണൽ എന്ന് പറയുന്നത് √2a ആണ്. അതുപോലെ ഒരു ക്യൂബ് ആണെങ്കിൽ ഫേസ് ഡയഗണലും ഉണ്ടാവും ബോഡി ഡയഗണലും ഉണ്ടാവും. അപ്പോൾ ബോഡി ഡയഗണലിൻ്റെ വാല്യൂ ആണ് √3a ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ബോഡി ഡയഗണലിലൂടെയാണ് ഈ 3 ആറ്റംസും കോണ്ടാക്റ്റിലിരിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിൽ കോണ്ടാക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ബോഡി ഡയഗണലിൻ്റെ ഇക്വേഷൻ ആയ √3aയും എത്ര റേഡിയസ് ആ ബോഡി ഡയഗണലിൽ പ്രസന്റ് ആയിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്യാം. എത്ര എണ്ണം ഉണ്ടാവും? ഇവിടെ R 2R ഉണ്ട്, 2 റേഡിയസ് ഉണ്ട്. അതായത് ഫുള്ളൊരു ആറ്റത്തിൻ്റെ ഡയമീറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ കോർണറിലുള്ള ആറ്റത്തിൻ്റെ റേഡിയസ് 1 വരുന്നുണ്ട്. നെക്സ്റ്റ് കോർണറിലുള്ള ആറ്റത്തിൻ്റെ ഒരു റേഡിയസും വരുന്നുണ്ട്. ഓക്കെ, ടോട്ടൽ ഇവിടെ R+R+R+R ദാറ്റ് ഈസ് 4R ഇവിടെ
പ്രസന്റ് ആയിട്ടുണ്ട്. അതായത് നമുക്ക് ഈ കോർണർ വരെ മതി, കോർണർ കഴിഞ്ഞ് ആറ്റത്തിന്റെ റേഡിയസിലേക്ക് പോകേണ്ട, കോർണർ വരെ മതി. അപ്പോൾ 4r ആണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. അതായത് നമുക്ക് എഴുതാൻ പറ്റും 4r ഈസ് ഈക്വൽ ടു എന്തെഴുതാൻ പറ്റും? ബോഡി ഡയഗണൽ എത്രയാണ്? √3a ആണ്. ഓക്കെ, ഇതിൽ നിന്ന് r ഈസ് ഈക്വൽ ടു എത്ര എഴുതാൻ പറ്റും? √3a/4. ഇതാണ് ഒരു BCC സ്ട്രക്ചറിൻ്റെ അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ r റേഡിയസും a എന്ന് പറയുന്നത് ഒരു എഡ്ജ്, ക്യൂബിൻ്റെ ഒരു എഡ്ജ് ലെങ്ത് ആണ് a എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ള ആ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് √3a/4 എന്നാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്തത് 3 പ്രോബ്ലംസ് ആണ്. സെറ്റിൻ്റെ എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കിൽ നിന്ന് വന്ന കുറച്ച് PYQs ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്ക് ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സെറ്റ് ഫിസിക്സ് ഒക്കെ വരുന്ന സെറ്റ് ഫിസിക്സ് എല്ലാവരും തന്നെ ക്രാക്ക് ചെയ്യണം. അപ്പോൾ ഒത്തിരി തവണ എഴുതിയിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ടാവും അല്ലേ? അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് നമ്മളിവിടെ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവറി കോർണർ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സിലബസ് ഫുൾ കവർ ചെയ്തുകൊണ്ടുള്ള ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ ക്ലാസ്സസും ലൈവ് ക്ലാസ്സസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉൾപ്പെടെയാണ് ലഭിക്കുന്നത്. അതോടൊപ്പം വീക്ക്ലി ടെസ്റ്റും മന്ത്ലി ടെസ്റ്റും എല്ലാ ടോപ്പിക്സിൻ്റെയും റിവിഷൻ ടെസ്റ്റുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകൾ, പിന്നെ നമുക്ക് നോട്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൊണ്ടും ഒരു ടോപ്പിക്ക് പോലും വിട്ടുപോവാതെ പഠിക്കാനുള്ള ഒരു സാഹചര്യമാണ് നമുക്കിവിടെ സെറ്റ് ഫിസിക്സ് ലോങ് ബാച്ചിലൂടെ കിട്ടുന്നത്. അപ്പോൾ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ PG ലെവലിലുള്ള ആ ഒരു അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് നമുക്ക് പഠിച്ചെടുക്കുക എന്നുള്ളത്, ഒരു ഗൈഡൻസ് ഇല്ലാതെ പഠിച്ചെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രോപ്പർ ഗൈഡൻസോട് കൂടെ സെറ്റ് ഫിസിക്സ് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺഡ് ഓൾവേസ്.